എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും 1000 ഹാപ്പി ഈസ്റ്റർ. അപ്പം ഞങ്ങൾ രണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അവർ രണ്ടുപേരും വന്നില്ല. ഞാൻ പള്ളി വിരിഞ്ഞുകൊണ്ടെങ്കിൽ പോന്നു. ഞങ്ങൾക്ക് ഇന്ന് 7 മണി കഴിഞ്ഞു പള്ളി വിരിഞ്ഞപ്പോഴത്തേന്. പിന്നെ അടുക്കളയിൽ വരുമ്പോഴത്തേന് അപ്പം എല്ലാം റെഡിയാക്കി വെക്കണം. 2 അപ്പത്തിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാനൊന്നും ഇന്നലെ വൈകിട്ട് മീൻകറി അതുപോലെ താറാവ് കറി മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. സ്റ്റൂ എല്ലാം ഇപ്പം രാവിലെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ മീൻകറി ഞാനിവിടെ ഇന്നലെ വൈകിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മാവ് കുഴിച്ചതിന് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് റെഡിയാക്കണം. ചിക്കൻ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. സാധനങ്ങളെല്ലാം ഇന്നലെ വൈകിട്ട് തന്നെ സവോള അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ താറാവ് ഞാൻ ഇനി ഒന്നുകൂടെ കടുകെല്ലാം പൊട്ടിച്ച് മസാലകളെല്ലാം വെട്ടാനുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അവർ വരുമ്പോഴത്തേന് നമുക്ക് അപ്പം എല്ലാം റെഡിയാക്കണം. ഇത് ഓരോ ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. ഇപ്പം നമുക്ക് കാണാം. ഇവിടെ ഈ മാവിൽ ഞാൻ ഈസ്റ്റോ കള്ളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ അരി 2-3 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ച് അതിലേക്ക് ഒരു പിടി ചോറും കൂടി ഇട്ടിട്ടാണ് അരച്ചത്. അതിന് ശേഷം അതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഇളം തേങ്ങ 2 എണ്ണം എടുത്തായിരുന്നു. 1 കിലോ അരിക്ക് 2 തേങ്ങയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് തേങ്ങ ഞാൻ ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തില്ല. വെളുപ്പിനെ പള്ളിയിൽ പോകാൻ എണ്ണീറ്റപ്പോഴാണ് അത് മിക്സ് ചെയ്ത് കൊടുത്തത്. പക്ഷേ വന്നപ്പോഴത്തേന് നന്നായിട്ട് പുളിച്ച് നല്ല സൂപ്പർ അപ്പമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഈസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ 1 കിലോ അരിയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അരിയിലേക്ക് ഒരു തവി ചോറും കൂടി ഇട്ട് കൊടുത്ത് അരച്ചു. അതിന് ശേഷം നമ്മുടെ 2 എളുപ്പം തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് അതിൻ്റെ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താണ് തേങ്ങ അരച്ചത്. ഞാൻ വൈകിട്ട് രാത്രി 10 മണിക്ക് അരച്ചു. അത് ഞാൻ മിക്സ് ചെയ്തില്ല. അതിന് നടുക്കോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു. രാവിലെ പള്ളിയിൽ പോകുന്ന നേരത്താണ് അത് മിക്സ് ചെയ്തത്. രാവിലത്തെ കാപ്പുകൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പറായിട്ട് കിടന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ചിക്കൻ കറി വെച്ചിട്ടാണ് കിടന്നത്. ഉച്ചക്കത്തേക്ക് നമുക്ക് ചിക്കൻ കറി അതുപോലെ മീൻ കറി താറാവ് കറി. ഞാൻ പച്ചക്കറിയായിട്ടൊന്നും വെച്ചില്ല. ഇത്രയും ദിവസം പച്ചക്കറിയൊക്കെ ആയിരുന്നല്ലോ. പിന്നെ മോര് കച്ചൻ കഴിയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. മിലന് കൂട്ടുകാരും ഒത്ത് ഒരു ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പം പിന്നെ വേറൊന്നും തന്നെ പ്രത്യേകം ഉണ്ടാക്കിയില്ല. ഇത് നമ്മുടെ മീനിൻ്റെ മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ വിഭവങ്ങൾ. അപ്പം നമ്മൾ പള്ളിയിൽ പോയ വിശേഷങ്ങൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അത് നിങ്ങൾ കണ്ടിട്ടോ. അതുകൊണ്ട് രാവിലെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 മണിക്കാണ് ശുശ്രൂഷ തുടങ്ങുന്നത്. 2:45 നമ്മൾ പള്ളിയിലെത്തി. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന 3 പ്രാവശ്യം പട്ടക്കാരൻ പ്രഖ്യാപിക്കുന്നതാണ്. ഓരോ പ്രാവശ്യവും അതിന് പ്രതിപാദിക്കുന്നതാണ്. സത്യമായിട്ടും താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നെന്ന് എല്ലാവരും കൂടി ഉറക്കെ ചൊല്ലേണ്ടതാണ്. സത്യമായിട്ടും താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സഹോദരന്മാരെ, ഒരു പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. മശീഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. മശീഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശീഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സത്യമായിട്ട്
ശത്രുക്കളെ ലജ്ജിപ്പിച്ചു വായിക്കുമോ നിന്നോലും മാതാവിനോലും ശ്രീഭാവിദ്രശീലോ ശ്രീമായ സാക്ഷിച്ചോത്ര ശ്രീവായാകട്ടെ കോട്ട സോമൻകാല സ്ത്രീനായിസോ ദുഷ്ടനെ നാം പേടിക്കില്ല തന്നിവ്യായുധാനീരണം നമ്മൾക്കും നദിയുണ്ടാകും പാർക്കുമോ ശ്രീവായത്തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ മൃതനസ്തികളിൽ നീരെ ചൊരിയട്ടെ കരുണാപാരിതേ സഭ